ബഹറിലേക്ക് പോയിട്ട് വന്നിട്ടുള്ള ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ എന്താണ്? പോയിട്ട് വന്നിട്ട് മേ ബി എനിക്ക് തോന്നുന്ന ബിഗ് ബോസിന്റെ ഇതായിരിക്കുമല്ലോ, നമ്മളെ വിളിക്കുമായിരിക്കുമല്ലോ, കണ്ടസ്റ്റൻസിനെ എല്ലാം വിളിക്കുന്ന കൂട്ടത്തിൽ വിളിച്ചാൽ നമ്മൾ എന്തായാലും പോകും. ആ ഹൗസിൽ ഒന്നും കൂടെ എല്ലാവരും ഒക്കെ ആയിട്ടൊന്ന് ഹാപ്പി ആകും. ഹാപ്പിയാണോ വഴക്കാണോന്നൊന്നും അറിയത്തില്ല, എന്താ അവിടുത്തെ അന്തരീക്ഷം അനുസരിച്ചിരിക്കും. കർത്താവേ, ഉള്ള പോസിറ്റീവായിട്ട് അവൻ ഇനി ഒരു 7-6 ദിവസം അവിടെ നിന്നിട്ട് നെഗറ്റീവ് അടിപ്പിക്കാതിരുന്നാ മതിയായിരുന്നു. എനിക്കറിയില്ല. എന്തായാലും എല്ലാരും ഒന്ന് കാണാൻ സന്തോഷം. ഞാൻ ആരും കണ്ടില്ല, പിന്നെ എല്ലാരും അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പോയി വരികയൊക്കെ ചെയ്യും. ഞാനിപ്പോ ദുബായിലല്ലായിരുന്നു, അതുകൊണ്ട് അവര് സരിക ചേച്ചി പറഞ്ഞത് എന്താണ് അറബി രേണു ഹാൽഫുൽ എന്നൊക്കെ പറഞ്ഞ് പറയുന്നുണ്ട്. രേണു ഇപ്പൊ അറബി പറഞ്ഞാലേ രേണുവിന് മനസ്സിലാകത്തുള്ളത്. ഞങ്ങളൊക്കെ ഇവിടെ എല്ലാരും ഒന്നിച്ച് കാണുമ്പോ രേണു സുധി എന്ത് ചെയ്യും, അവള് ദുബായിലല്ലേ, ഇനിയിപ്പൊ അടുത്ത ബഹ്റിൻ എന്നൊക്കെ പറഞ്ഞു. അവർക്കൊക്കെ എന്റെ വളർച്ചയിൽ സന്തോഷം. കാരണം ചേച്ചി പറഞ്ഞൊരു കാര്യമുണ്ട്, ഇന്നലെയാണോ മിനിഞ്ഞാന്നാണോ, സരിക ചേച്ചി എത്രത്തോളം എന്നെ മനസ്സിലാക്കിയിട്ടുണ്ട്. കാരണം എന്നോട് പറയാണ്, നീ ഈ യാത്രയൊക്കെ ചെയ്യുന്നതും പോകുന്നതും വരുന്നതും ഷൂട്ടൊക്കെ ചെയ്യുന്ന നിന്റെ എന്താ പറയാ ആ ഒരു ചേട്ടന്റെ നഷ്ടം, ആ വിഷമത്തെയൊക്കെ മറികടക്കാനാണ് ഞങ്ങൾക്കറിയാം. അതുകൊണ്ടാണ് ഞങ്ങളെല്ലാം നിന്നെ സപ്പോർട്ട് ചെയ്യും. ഇന്നും നീ സൂചേട്ടനെയും മക്കളെയും സ്നേഹിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഞങ്ങളെല്ലാം നിന്നെ മനസ്സുകൊണ്ട് സപ്പോർട്ട് അറിയണു എന്ന്. എന്തെങ്കിലും അവിടെ വെച്ച് എന്തെങ്കിലും പറഞ്ഞു തന്നാലും, എന്തെങ്കിലും മനുഷ്യരല്ല, നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ട് ഗെയിമിന്റെ ഭാഗം